കോഴിക്കോട് പഴയ ടെക്സ്റ്റൈൽ സമുച്ചയത്തിലുണ്ടായ തീപിടുത്തം ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയധികം സമയം കഴിഞ്ഞിട്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ആ മെഡിക്കൽ ഷോപ്പിൽ തീ പിടിക്കാതിരിക്കാനുള്ള ശ്രമത്തിൽ ഫയർഫോഴ്സ് വിജയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ലായിനി അടിച്ച് വലിയ തീപിടുത്തം ഒഴിവാക്കാൻ കഴിഞ്ഞു. അകത്തുള്ള തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. 2 JCB ബസ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള തടസ്സം നീക്കി JCB ഇത് പൊളിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരം ലഭിക്കുന്നു. രാഹുൽ സുരേഷ് നമുക്കൊപ്പം ശരിയാണ്. ഇപ്പോൾ രാഹുൽ നോക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ഈ JCB ഉപയോഗിച്ച് ചില തടസ്സങ്ങൾ നീക്കി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി അകത്തേക്ക് വെള്ളം അടിച്ച് കയറ്റാൻ ഫയർഫോഴ്സിന് കഴിയുന്നുണ്ടോ? SKN ഫയർ എക്സ്റ്റിംഗ്വിഷറിലെ ആ ലായിനി ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ ഷോപ്പിന്റെ 2ാം നിലയിൽ പിടിച്ച തീ ഇപ്പോൾ അണച്ചിരിക്കുകയാണ്. ഈ നിമിഷം നമുക്ക് പറയാൻ സാധിക്കും അല്പം ആശ്വാസമാണ്. അല്പസമയം മുമ്പുണ്ടായിരുന്ന സാഹചര്യം നിലവിലില്ല. ഇവിടെ നിന്നും എൻഡിൽ നിന്നും ഏതാണ്ട് 200 മീറ്റർ അകലത്തിലുള്ള ആ തീ പിടിച്ച കെട്ടിടത്തിലേക്ക് നോക്കുമ്പോൾ പുറമേക്ക് തീ ആളി കത്തുന്നില്ല എന്നതാണ് ഈ നിമിഷം ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അത് ഒരു കണക്കിന് ആശ്വാസമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് വലിയ രീതിയിൽ തന്നെ തീ കത്തുന്നുണ്ട്, വലിയ രീതിയിൽ വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിൻ്റെ അകത്ത് വലിയ രീതിയിൽ തീ കത്തുന്നുണ്ട്. പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല എന്നതാണ് ഈ നിമിഷത്തെ ആശ്വാസം. പക്ഷേ വരും നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇതിന് സമാനമായിരുന്നു മുമ്പും ഉണ്ടായിരുന്നത്. ഇതുപോലെ നിന്നിരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും വലിയ രീതിയിൽ തീ ആളിക്കത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അത് വരും നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ തീ ആളിക്കത്താതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ മറ്റൊരു കാര്യം, മുമ്പ് 2 JCBകൾ എത്തിച്ചിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ തകര ഷീറ്റുകൾ തകർത്തുകൊണ്ട് വെള്ളം പമ്പ് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇത് 2ാം നിലയിലായതിനാൽ ആ JCBകൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. അതിന് ഉയരം ഒരു പ്രശ്നമായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2ാം നില തകർത്തുകൊണ്ട് അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമം നിലവിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.